വെൽക്കം ബാക്ക് കേൾക്കാറുള്ള സംഭവമില്ല. അതായത് സ്ത്രീകൾ അമ്മയായാലും അല്ല അവർക്കൊരു കുട്ടി ഉണ്ടായാലും ഈ ലോട്ടറി അടിക്കാൻ ഇത് ഞാൻ പാകപ്പെടുത്തിയതാണ്, ഇതൊന്നും വിധിയല്ല. അതായത് ഈ ചിന്താഗതി കൊണ്ടുവന്നത് പോലും സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ബിസിനസ്സിൽ സക്സസ് തന്നെ അല്ലല്ലോ. ചില സമയത്ത് ഭയങ്കരമായിട്ട് അപ്പ് ഉണ്ടാവും, ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ഉണ്ടാവും. അൻസിയ, ഇപ്പൊ നമ്മളിങ്ങനെ പൊതുവെ കേൾക്കുന്ന ഒരു സംഭവമില്ലേ, ഇപ്പൊ ഒരു സ്ത്രീകള് അവർക്ക് അമ്മയായാലും അല്ലെങ്കിൽ കുട്ടി ഉണ്ടായാല് അല്ലെങ്കിൽ ഒരു കരിയറുള്ള ആൾക്ക് കുട്ടി ഉണ്ടായാലും അത് ഭയങ്കര ലിമിറ്റിംഗ് ഫാക്ടർ ആണല്ലേ. അവർക്ക് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഫാമിലി എന്ന് പറയുന്ന ഒരു അവരെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് പൊതുവെ കേൾക്കാറ്. അൻസിയാന്റെ പേഴ്സണൽ ലൈഫിൽ ഇതെങ്ങനെയാണ് ഫീൽ ആയിട്ടുള്ളത്? അല്ല, പൊതുവെ ഈ ഒരു സംഭവം ഞാനും കുറെ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു വേദിയിൽ കുറച്ച് സക്സസ്ഫുൾ ആണ് എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് തന്നെ ആദ്യം വരുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്, ഫാമിലിയും കുട്ടിയൊക്കെ ആയിട്ട് എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നത്. അതായത് ഈ സൊസൈറ്റിയിൽ തന്നെ ഒരു ചിന്താഗതി ഉണ്ട്, ഫാമിലി ഉണ്ട്, കുട്ടി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. അതായത് ഈ ചിന്താഗതി കൊണ്ടുവന്നത് പോലും സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്, ഓക്കെ കുട്ടിയായി ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുമോ? അപ്പം നമ്മളവിടെ ചിന്തിക്കുകയാണ്, അതേലോ കുട്ടിയായാലും എനിക്കിനി പറ്റുമോ എന്നുള്ളൊരു ചിന്ത. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതൊരു റീസണായി എടുക്കുക ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങളും ചിന്തിച്ചിരിക്കുക, നമ്മൾ ചെയ്യണം, അതായത് എനിക്കിത് ചെയ്തേ പറ്റൂ, എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ കരിയർ എനിക്ക് തന്നെ ബിൽഡ് ചെയ്യണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ചിന്താഗതിയാണ് മാറേണ്ടത്. പിന്നെ ഒരു ഫാമിലി, ഒരു കുട്ടിയൊക്കെ, ഇപ്പം നിന്റെ ഒരു കേസ് എടുക്ക്, ഇപ്പം നീ ഒറ്റയ്ക്ക, മാരീഡ് അല്ല അല്ലേ? അങ്ങനെയാണ് എൻ്റെ അറിവ് അല്ലേ? അല്ല, മാരീഡ് അല്ല. അപ്പോൾ നീ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബിസിനസ്സിൽ സക്സസ് തന്നെ അല്ലല്ലോ. ചില സമയത്ത് ഭയങ്കരമായിട്ട് അപ്പ് ഉണ്ടാവും, ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ഉണ്ടാവും, ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ നീ കടന്നു പോകും. അപ്പോൾ ഒരു കൂടെ വേറൊരാളില്ലാത്തൊരു സ്റ്റേജിൽ, കൂടെ വേറൊരാളില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഇല്ലാത്തൊരു സ്റ്റേജിൽ നീ അത് എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അതോ നിനക്കത് അത്രയും ഹെൽപ്പാണോ? ഓക്കെ അവരില്ല എനിക്ക് സുഖമായി, അങ്ങനെയാണോ ഉള്ളത് എന്നാ നിന്റെ ഒരു ഒപ്പീനിയൻ? അല്ല, ഞാനെപ്പോഴും ഇത് കേൾക്കുമ്പം ഒക്കെ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ഓണ്ടർപ്രണേഴ്സിൻ്റെ ലൈഫിനെ പറ്റിയാണ്. അതായത് ഞാൻ രണ്ട് രീതിയിലും കേട്ടിട്ടുണ്ട്. ഒന്ന് നമ്മുടെ രത്തൻ ടാറ്റ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ യൂസുഫ് അലി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തിടെ യൂസുഫ് അലി പറഞ്ഞൊരു സംഭവം ഉണ്ടായത്, പുള്ളി ഇത്ര വലിയൊരു ബിസിനസ് വേറെ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി പുള്ളീൻ്റെ ഏറ്റവും എന്താ പറയുക, പുള്ളിയുടെ ലോൺ മൊമെൻറ്റ്സിൽ അല്ലെങ്കിൽ പുള്ളീൻ്റെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ പുള്ളീൻ്റെ യൂസുഫ് അലിൻ്റെ ഭാര്യയാണെന്നുള്ളത്. അപ്പോൾ ഇതേ ചോദ്യം രത്തൻ ടാറ്റയോട് ചോദിച്ചിട്ടുണ്ടായത്, ഓക്കെ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം എന്താ ഇതേപോലെ ഒരു ഫാമിലി ഇല്ലാത്തൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളിന് രണ്ട് രീതിക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായി. ഒന്ന്, ഓക്കെ ചില മൊമെൻറ്റ്സിൽ ഒക്കെ ഒരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ വേറെ ചില മൊമെൻറ്റ്സിൽ ഓക്കെ ഫാമിലി ഇല്ലാത്തതുകൊണ്ട് ഓക്കെ പുള്ളിക്ക് ഇത്രയും വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അത് രണ്ട് രീതിക്കുള്ള ഒപ്പീനിയൻസ് ഇങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാനെപ്പോഴും ആലോചിച്ചിട്ടുള്ള ഓക്കെ ഇപ്പം നമ്മുടെ ഏറ്റവും അധികം ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടി ഓക്കെ അവർക്ക് അവരുടേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അവർ ഓൾറെഡി വേറെ ഫാമിലി ഉള്ള ആൾക്കാരാണ്. അപ്പം എപ്പോഴും നമ്മുടെ ഒരു സ്ട്രഗ്ലിങ് മൊമെൻറ്റ്സിൽ നമ്മളെ അറിയാവുന്ന നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളുള്ളത് എപ്പോഴും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫാമിലി ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അതെ അതെ. കാര്യം വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു കേസിൽ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ ഫാമിലിയും കൂടി ഇതിലുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഞാനും അല്ലെങ്കിൽ ഞാനും ഇക്കയും എന്തൊക്കെ ചെയ്യുന്നത് എന്ന് കണ്ടു വളരുന്ന ആളാണ് മോള്. അപ്പോൾ ഒരു ഇത്രയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൾക്ക് അറിയുന്നുണ്ട് ഒരു ബിസിനസ്സിൽ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് എന്താണ്, അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു ഗുഡ് ഫീൽ എന്താണ്, ഇതൊക്കെ അവൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. അതായത് ഒറ്റയടിക്ക് ഒരു ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റില്ല എന്നുള്ളൊരു പാഠം ഞങ്ങളുടെ ലൈഫിൽ നിന്ന് അവൾ പഠിച്ചുകൊണ്ടിരിക്കുക. മേ ബി നാളെ ഒരിക്കൽ അവൾ ചെയ്യുന്ന ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വളർന്നു വരുമ്പോൾ അവൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിന് ഈ ഒരു പാഠം ഹെൽപ്പ് ചെയ്യും, ഉറപ്പല്ലേ അത്? അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ലൈഫിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുതിയതായിട്ടൊന്നും പറഞ്ഞു, എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, എൻ്റെ ടെൻഷൻസ് എന്താണ്, ഞാൻ അനുഭവിക്കുന്നത് എന്തിലൂടെയൊക്കെയാണെന്നുള്ളത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് നമ്മളുടെ ഓരോ ഇതിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ.
ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഞാനിപ്പോ ഒരു ചോയ്സ് തരുവാണ്. ഇത് ബിസിനസ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അൻസിക്ക് 2 ചോയ്സ് തരിക. ഓക്കെ, ഒരു ഹസ്ബൻഡും കുട്ടി ഇല്ലാത്ത ഒരു ഓണ്ടർപ്രണർ ആകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പോലെ ഒരു ഹസ്ബൻഡ് ആൻഡ് കുട്ടിയുള്ള ഒരു ബിസിനസ് ആയിരുന്നു. ഇതിലേതനുസരിച്ച് ചൂസ് ചെയ്യും? ഹസ്ബൻഡും കുട്ടിയില്ലാത്ത ഒരു ഓണ്ടർപ്രണർ ആവുമെന്ന് വിചാരിക്കാം. ഞാൻ സക്സസ് ആയി, ഫാമിലി ഉണ്ടായിട്ടും ഞാൻ സക്സസ് ആയെങ്കിൽ എനിക്ക് ലോട്ടറി രണ്ടാമത്തെ അല്ലേ, എനിക്ക് ഒറ്റയടിക്ക് 3 കൂടെ കയ്യിൽ കിട്ടുകയല്ലേ ചെയ്യുന്നത്. എന്തിനാ ഞാൻ ഒന്നിലേക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യം? പിന്നെ അത് ഞാൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞൊരു ആൻസറാണ് കേട്ടോ. അല്ലാണ്ട് തന്നെ പലപ്പോഴും, അതായത് നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻസും ചില സമയത്ത് ഒരുപാട് ഓവറായിട്ടുള്ള സന്തോഷവും ഒക്കെ ഉണ്ടാവും. അത് പങ്കിടാൻ നമ്മളുടെ അതേ ഫീലിങ്സ് മനസ്സിലാവുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും ഒരു ഫാമിലി ഉണ്ടാകുമ്പോൾ നമ്മളുടേതായ ഒരു സ്പേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫ്, കുറച്ച് നമ്മുടെ കരിയർ ഒക്കെ ബിൽഡ് ചെയ്യാൻ നമ്മൾ ഈ ഒരു റീസൺ പറഞ്ഞത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം എല്ലാവരുടെയും പേടിയെന്ന് പറഞ്ഞാൽ, ഓക്കെ മാരീഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കരിയറിനെ ബാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? അത് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. എനിക്ക് അതിനപ്പുറം ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന ഒരാളില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും ഇതൊക്കെ ഒഴിവാക്കുന്നത്. പിന്നെ ഇപ്പോൾ പല പേരിലുണ്ടല്ലോ, റിലേഷൻഷിപ്പിന് തന്നെ പല പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലോ, ടോക്സിക്, പിന്നെ എന്തൊക്കെയാ സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാത്ത ഒരാൾ കൂടെ ഉള്ളപ്പോഴാണ്. നമ്മളെ ഒരാൾ, ഇപ്പൊ ഞാൻ നിന്നെ എങ്ങനെയാ മനസ്സിലാക്കുക? നീ നിന്നെ കുറിച്ച് എന്നോട് ഷെയർ ചെയ്യുമ്പല്ലേ, അല്ലേ? പറയുന്നത് എന്താ പറയാ, ഒരു റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് പാർട്ണർ ആണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്ന ആളാണെങ്കിലായിരിക്കും കൂടുതൽ. അതെ, പക്ഷെ മനസ്സിലാക്കാൻ നമ്മൾ അവസരം കൊടുക്കണം എന്നുള്ളതാ. അതായത് ഒരു വ്യക്തി, ഞാനെന്നൊരു വ്യക്തിക്ക് ഈ ലോകത്ത് എന്നെ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ വേറൊരാളെ എനിക്കറിയില്ല. മറ്റുള്ളവരെ, ഞാൻ എൻ്റെ മകളെ പോലും അറിയുന്നത് എങ്ങനെയാ, അവളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഞാനുമായി ഷെയർ ചെയ്യുന്നൊരു ബോണ്ടിങ് ഉണ്ടല്ലോ, അതിലൂടെ മാത്രമേ എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമ്മൾ ഇതിലേക്ക് എത്താൻ പോവുകയാണ്, അതിനെ പറ്റി ഒരു ക്ലിയർ ആയ ഒരു പിക്ചർ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് വേറൊരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതായത് ഫാമിലി സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് മുന്നോട്ട് വരാൻ പറ്റിയില്ല എന്ന് ഒരിക്കലും ഒരാൾ പറയേണ്ട ആവശ്യമില്ല. അത് ചെയ്യണ്ട എന്നുള്ളൊരു കാരണം നമ്മൾ മനസ്സിലുള്ളത് കൊണ്ട് അത് നമ്മളൊരു റീസൺ ആക്കുന്നതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുക. നമ്മൾ ആദ്യം നമ്മളോട് തന്നെ ചോദിക്കുക. ഒരു കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നിട്ട്, ഓക്കെ ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിയാണോ, എന്നെ കൊണ്ട് പറ്റും? നമ്മൾ തന്നെ ഓക്കെ പറ്റും, അല്ലെങ്കിൽ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ നടക്കില്ല. പറ്റും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് നടന്നേ തീരും. ഓക്കെ, ഇപ്പം ബിസിനസ് തുടങ്ങിയിട്ടൊരു 5-6 കൊല്ലമായി. അപ്പം ഇതിനിടയിൽ ഒരുപാട് ബിസിനസ്സിൽ സ്ട്രഗിൾ വന്നപ്പം ഹസ്ബൻഡ് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫാമിലി എങ്ങനെയാണ്? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഒന്നും പോകണ്ട, അടുത്തിടയ്ക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടായത് എനിക്കറിയാം. അപ്പം എങ്ങനെയാണ് ഈ ഫാമിലി അല്ലെ ഹസ്ബൻഡ് ഇവരെങ്ങനെയാണ് പെരുമാറിയത്, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിലാണ് എനിക്ക് ഫാമിലി ഉണ്ടായത് ഏറ്റവും നന്നായി എന്ന് തോന്നിയ ഏറ്റവും നല്ലൊരു സിറ്റുവേഷൻ അതായിരുന്നു. അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടായി, ഭയങ്കരമായിട്ട് ഞാൻ വീക്കായിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂടെയുള്ളവരൊന്നും, എന്നെ അടുത്തറിയാവുന്ന കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ വീക്കായി എന്നല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഓരോ ദിവസവും ഓരോ ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ളത് ഒരേ ഒരു വ്യക്തിയുടെ അടുത്താണ്, അതെൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താണ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഈ ടെൻഷനും എൻ്റെ ഈ വിഷമങ്ങളൊക്കെ ഞാൻ ആരോട് പറയുമായിരുന്നു, അല്ലേ? പക്ഷെ അപ്പോഴും ആള് പറഞ്ഞുണ്ടല്ലോ, നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കി എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷമിക്കണ്ട, ഇതല്ലെങ്കിൽ മറ്റൊന്ന്. അതായത് ഇതിൽ നീ വീക്കാവേണ്ട ആവശ്യമില്ല, നമുക്ക് പറ്റുന്ന അത്രയും നമ്മൾ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റൊന്ന്. ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫിൽ കല്യാണം കഴിക്കുക, കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതൊന്നും ഇതിനൊരു തടസ്സമാവില്ല. എന്റെ കേസിൽ അനുസരിച്ചത് ഒരു ലോട്ടറിയും കൂടെ അല്ല, അതായത് ഹസ്ബൻഡ് തന്നെയാണ് ബിസിനസ്സിലെ പാർട്ണർ. അതെ, അതൊരു ഭയങ്കര റെയർ കോമ്പിനേഷൻ ആണ്. പക്ഷേ ഈ ലോട്ടറി ഞാൻ തന്നെ കണ്ടുപിടിച്ചെടുത്തതാണ്. ഈ ലോട്ടറി അടിക്കാൻ ഇത് ഞാൻ പാകപ്പെടുത്തിയതാണ്. ഇതൊന്നും വിധിയല്ല, ഇതെല്ലാം ഞാൻ പാകപ്പെടുത്തിയ ലോട്ടറിയാണ്. ഇപ്പോൾ മനസ്സിലാക്കി പറയുന്നത്, ഒരു നല്ല റിലേഷൻ അല്ലെ നല്ല ഫാമിലി എന്ന് പറയുന്നത്
ലോട്ടറി അല്ല. ലോട്ടറി നമ്മൾ പാകപ്പെടുത്തിയെടുത്ത, അതായത് ഇതിന്റെ പ്രിന്റർ മെഷീൻ എൻ്റെ വീട്ടിലായിരുന്നു, ഞാൻ തന്നെ പ്രിന്റ് ചെയ്തു, ഞാൻ തന്നെ പ്രൈസ് പ്രിന്റ് ചെയ്തു, എന്നിട്ട് ഞാൻ അടിച്ചതാണ്. അല്ലാതെ ഇത് എനിക്കൊരു വിധിയാണ്, എനിക്ക് വിധിയിൽ നിന്ന് അടിച്ചു കിട്ടിയതാണ്, ലക്കാണ് എന്നൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ. കാര്യം ആളുടെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു. എൻ്റെ ഫാമിലിയിലും സ്ത്രീകളൊന്നും ബിസിനസ് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ തന്നെ ആലോചിക്കുക എത്ര പേര് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ത്രീകളാണ്, ഈവൻ ചില കേസിൽ ആൺകുട്ടികൾ പോലും ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് എന്താ പറയാ, അതിനെ കൊണ്ട് പറ്റില്ല എന്ന് കേൾക്കുന്ന ഒരു ഇതാണ്. അപ്പം പ്രത്യേകിച്ച് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഇതേപോലൊരു ബിസിനസ് ഉണ്ടാക്കിയെടുത്ത് നിന്ന് എന്താ പറയാ, ഞാൻ ഇന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം അൻസിയ എന്താ പറയുക ഹാപ്പിയാണോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സ് കഴിയുമ്പോഴത്തേന് അൻസിയ എന്താവണമെന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എൻ്റെ വിഷൻ എന്തായിരുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ വിഷൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ. പണ്ടൊരു പണ്ടോ എന്തെങ്കിലും ഒന്ന് ഏൺ ചെയ്യുന്ന ഒരു സ്ത്രീ ആവണം എന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് പറയണം ഓക്കെ എൻ്റെ ഉമ്മ നല്ല രീതിയിൽ ഓക്കെ എനിക്ക് കണ്ടുപഠിക്കാവുന്ന ഒരാളാണെന്നൊക്കെ പറയുന്ന വിധത്തിൽ ഒരാളാവണമെന്ന് മാത്രമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, മറ്റു പലരും നമ്മളെ കണ്ടിട്ട് മോട്ടിവേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് ഇപ്പുറം എന്താവണമെന്ന് വെച്ച് കഴിഞ്ഞാലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇവിടെ. നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് ഇത്രയും വർഷം അതിൽ തന്നെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. ശരി, ഇനി നീ പറഞ്ഞ കല്യാണം കഴിക്കുമോ ഇല്ലയോ? അങ്ങനെ ചോദിച്ചാൽ ഓക്കെ, ഈ പറഞ്ഞ പോലെ അൻസിയനെ പോലെ ഒരു ഹസ്ബൻഡിനെ അതേപോലെ ഒരു വൈഫിനെ കിട്ടിയാൽ കല്യാണം കഴിക്കും. അനിയത്തില്ല എനിക്ക്, അതോട് കെട്ടിച്ചേരാൻ പറ്റില്ല. എന്നാ പോലും ഇവരുടെ കല്യാണം വേഗം നടക്കട്ടെ. ഇനി നിന്നെ കുറിച്ച് പറയും. നമ്മൾ പുതിയ ഒരാളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. നമ്മളെപ്പോഴും പുതിയ ഒരാളെ ടോക്കിന് കിട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കത്തിയടിക്കാറുണ്ട്, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ ഞാനുമായി സംസാരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് വ്യക്തി തന്നെ പറയുന്നതാണ്. പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ജെഫിൻ എന്നാണ്. ഞാനൊരു 10 ഇയേഴ്സ് ആയിട്ട് ഈ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഫീൽഡിലുള്ളതാണ്. എനിക്ക് 2 സ്റ്റാർട്ടപ്പ് ഉണ്ട്. എൻ്റെ ഒരെണ്ണം അക്കൗണ്ട്സ് ഫിനാൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നതാണ്. അപ്പം അൻസിയാൻ്റെ ഉമ്മീസിൻ്റെ ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് ഇവിടുത്തെ അക്കൗണ്ട്സ് ഫിനാൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന എൻ്റെ സ്റ്റാർട്ടപ്പാണ്. അപ്പം എനിക്ക് അൻസിയാനെ അൻസിയായിട്ട് ബിസിനസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അൻസിയനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇതേപോലെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വന്ന് ഇപ്പോൾ ഈ 2 ഇയേഴ്സിന് ശേഷം എനിക്ക് അൻസിയയിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഒരു ബിസിനസ്സിനുപരി കുറേ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അൻസിയയിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റീൽസിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അൻസിയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ അൻസിയാൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് അത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. അൻസിയാൻ്റെ ഹസ്ബൻഡ് ബിസിനസ് പാർട്ണറുമായിട്ട് റംഷിക്കയാണ്. അപ്പം എന്താ പറയുക, നമ്മൾ ഫേസ് ഓഫ് ദ ബ്രാൻഡ് അൻസിയ ആണെങ്കിൽ കൂടി ഇവർ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ബിസിനസ്സിനെ ഇത്രയും വളർത്തിയെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. അതിലൊരു സത്യം നീ പറയണം. യഥാർത്ഥത്തിൽ നമ്മൾ റീൽസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഈ ബ്രാൻഡിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ് എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കാറില്ലേ? പക്ഷെ അതങ്ങനെയല്ല എന്ന് മനസ്സിലായില്ല ഇവിടെ വന്നതിന് ശേഷമാണ്. ഇപ്പം നമ്മൾ ടെക്നിക്കലി പറയുവാണെങ്കിൽ ഇതിൻ്റെ ഓപ്പറേഷൻസ് ഫിനാൻസിൻ്റെ ഒരു മേജർ ഹെഡ് എടുക്കുന്നത് റംഷിക്കയാണ്. ഇത് അൻസിയാൻ്റെ ഹസ്ബൻഡാണ്. അൻസിയാണ് ഇതിൻ്റെ കൂടുതൽ മാർക്കറ്റിംഗ്, ബ്രാൻഡ് ബിൽഡിംഗ്, സെയിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അൻസിയാണ്. അപ്പം എന്താ പറയുക, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ ഒരു കോംബോ വരുമ്പം അത് ഈ ബിസിനസ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോൾ വിവാഹം കഴിക്കുന്നത് ഒരു ഓൺട്രപ്രണർ ആയിരിക്കും. അങ്ങനെ എന്നാലും കല്യാണം കഴിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുന്നില്ല. എന്തായാലും നമുക്ക് വളരെ അടുത്ത് തന്നെ ഇവൻ വേഗം കല്യാണം കഴിക്കട്ടെ, അവരെ രണ്ടുപേരെയും നമുക്ക് ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ഗസ്റ്റായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വരാം. കാര്യം വെച്ചാൽ ഇതുപോലെ ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ഇമാതിരി വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ ബൈ.